അയ്യോ, വാറുണ്ണിയുടെ മുഖവും മാളയുടെ ചിരിയും. എന്താണ് ഇത്? ഞാൻ വേട്ടക്കാരൻ, രത്നവേട വെടിക്കാരൻ. ഏറ്റവും വലിയ വെടിക്കാരനാ ദാ ഇവിടെ നിൽക്കുന്നു. നിങ്ങൾ വേട്ടക്കാരാണോ? നിങ്ങൾ തോക്ക് കൊണ്ട് വെടിവെക്കുന്നു, ഇയാള് നാക്ക് കൊണ്ട് ഓ വെടിവെക്കുന്നു. ശരിയാ. എന്റെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അയ്യോ, അത് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാം. ചെയ്യാമല്ലേ? അപ്പം എന്റെ ഒരു മെനു കാണിക്കാം. കാണിക്കാൻ അതായിരുന്നു രാവിലെ 15 ഇഡലി ഓർ പൊറോട്ട. രാവിലെ 15 ഇഡലി അല്ലെങ്കിൽ പൊറോട്ട. അങ്ങനല്ല, 15 ഇഡലി ഒരു പൊറോട്ട. അതെന്താ 15 ഇഡലി കൂടെ ഒരു പൊറോട്ട പിന്നെ തിന്നുന്നത്? എന്റെ പ്രസിഡന്റ്, ഈ ഇഡലി കഴിക്കുമ്പോ അങ്ങ് പെട്ടെന്ന് അങ്ങ് ദഹിക്കും. അപ്പൊ ഈ പൊറോട്ട കഴിച്ചാൽ ദഹിക്കത്തില്ല. അപ്പൊ ഇഡലിയുടെ പുറത്ത് ആ പൊറോട്ട എടുത്ത് ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ കമത്തി എടുക്കും. അപ്പൊ അടി കിടക്കുന്ന ഇഡലിയും കൂടെ ദഹിക്കത്തില്ല. ഇഡലിക്ക് ഒരു സുരക്ഷ. അതെ അതെ അതെ. അപ്പൊ ഉച്ചക്ക് നെയ്ച്ചോറ്. നെയ്ച്ചോറ് മതി. അതിന്റെ കൂടെ ഇച്ചിരി ബീഫും ചിക്കനും ഉണ്ട്. അല്ല, 4 മണിക്ക് നല്ല ചൂട് ചായയും മൃദുവായ ഒരു കടിയും ഞാൻ ഇരിക്കുന്നിടത്ത് കിട്ടണം. ഇയാളെ ചന്തയ്ക്ക് ഞാൻ കടിക്കാൻ വരുവാൻ പോയില്ല. എന്തോ ഇയാള് പറഞ്ഞെന്താ ഇരിക്കുന്ന സ്ഥലത്ത് മൃദുവായിട്ടൊന്ന് കടിക്കണം? അതല്ല, ഞാൻ ഇരിക്കുന്നിടത്ത് കൊണ്ടു തരണം ചായയും മൃദുവായ കടിയും. പിന്നെ വൈകിട്ട് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. രാവിലത്തെ എന്തെങ്കിലും വെച്ച് തന്നാൽ മതി. രാവിലത്തെ സുപ്രഭാതം വെച്ച് തന്നാൽ മതിയാ കഴിക്കാനോ? അല്ല, അതല്ല കേക്കായി. നിങ്ങൾ പാരമ്പര്യമായിട്ട് വെടിക്കാരാണ്? അതല്ല, ഞങ്ങൾ പാരമ്പര്യമായിട്ട് അങ്ങനെ വെടിവെച്ച് ആഹാരം കഴിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങളുടെ അപ്പൂപ്പൻ ഒരു ചെറിയ വെടിക്കാരനായിരുന്നു. അപ്പൂപ്പനും കുറെ കൂട്ടുകാരും കൂടെ പണ്ട് ഇങ്ങനെ കാട്ടി വെടിവെക്കാൻ പോയി. എന്നിട്ട് ഒരു കരടിയുടെ മുമ്പിൽ ചെന്ന് പെട്ട്. കരടിയുടെ മുമ്പിൽ ചെന്ന് പെട്ടാൽ രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. എന്ത്? എനിക്കറിയാം. ചത്തന്റെ കൂട്ട് കിടന്നാൽ മതി. അപ്പൂപ്പൻ ഇങ്ങനെ ചത്ത ശവം പോലെ ഇങ്ങനെ കിടന്ന് കരടി തൊട്ടടുത്തൊന്ന് കുത്തിയിരുന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കോ കരടി. ആരെ വെയിറ്റ് ചെയ്തത്? കാരണം ശവമാണല്ലോ കിടക്കുന്നത്, കരടിക്ക് ജ്ഞാനൊക്കത്തില്ലോ. അപ്പൊ അങ്ങനെ കഴുകൻ വന്ന് കൊത്തിപ്പറിക്കുന്നവരെ കരടി വിടരുന്ന്. കഴുകൻ വന്ന് ഇങ്ങനെ കൊത്തിപ്പറിച്ചപ്പോ അപ്പൂപ്പൻ ചെറുതായിട്ടൊന്ന് അനങ്ങി. എന്താ? മരിച്ചിട്ടില്ലല്ലോ. അപ്പൊ കരടിക്ക് മനസ്സിലായി ഇത് മരിച്ചതല്ല, ശവമല്ല, ജീവനുണ്ടെന്ന്. അപ്പൊ പിന്നെ ഈ കരടിയും ഈ കഴുകനോടെ രണ്ടുപേരും ഷെയർ ഇട്ട് അപ്പൂപ്പനെ കൊണ്ടുപോയി. അല്ല, അച്ഛൻ ആലപ്പുഴ ജില്ലാ കോടതിയിലെ ശിരസ്തദാറായിരുന്നു. ആലപ്പുഴ ജില്ലാ കോടതിയിലെ ആരാന്നാ പറഞ്ഞു? എന്റെ പൊന്നു സുഹൃത്തെ, ഒരു പ്രാവശ്യം പറഞ്ഞു. ഇനി പറഞ്ഞാൽ ഞാൻ അച്ഛനില്ലെന്ന് ഞാൻ പറയും. അത്ര പൊക്കത്തുള്ളൂ. ഒരിക്കലും ഞങ്ങൾ അപ്പൂപ്പൻ ചെന്ന് ഒരു സിംഹക്കുട്ടിയെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. സിംഹക്കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് അതിന് പാലും ചോറും ആഹാരം കൊടുത്ത് അതിനെ താലോലിച്ച് സ്നേഹത്തോടെ വളർത്തി വലുതാക്കി ആ സിംഹക്കുട്ടി വലിയൊരു സിംഹമായിട്ട് മാറി. എന്നിട്ട് സിംഹക്കുട്ടി ഇപ്പൊ എവിടെ ഉണ്ട്? ആ സിംഹക്കുട്ടിയാണ് ഇരിക്കുന്നത്. എന്തായാലും നിങ്ങൾ മറ്റേ ഇടയ്ക്ക് കുറച്ച് നാൾ വേട്ടയ്ക്ക് പോകും, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വിശ്രമിക്കും, റെസ്റ്റ് എടുക്കും. അതെന്താ അതിന്റെ കാര്യം? എന്താ? വേട്ട അവസാനിച്ചു എന്ന് ഇരയെ വിശ്വസിപ്പിക്കുന്നവനാണ് യഥാർത്ഥ വേട്ടക്കാരൻ. 5-ാം പാതിരാവിലെ ഇന്ദ്രൻസിന്റെ ഡയലോഗും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ പഞ്ചായത്തിന്റെ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് മെസ്സേജ് വന്നേക്കുന്നു. നമ്മുടെ വായനശാലയുടെ പുറയിലുള്ള ആ കുറ്റിക്കാട്ടിനകത്ത് പന്നി അവിടെ കയറിയിട്ടുണ്ട്, അതിന് വെടിവെക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് പോകാനും. ഇന്നിനും വെടിവെക്കാനൊക്കത്തില്ല. ആകപ്പാടെ 4 ഉണ്ടായിരുന്നു. എന്റെ ഇങ്ങോട്ട് വരവറിയിക്കാൻ വേണ്ടി 3-4 ഉണ്ട് അവിടെ വെച്ചാൽ വെടിവെച്ച്. ഇനിയിപ്പം പഞ്ചായത്തിൽ നിന്ന് പുതിയ വെടിയുണ്ട് സാങ്ഷൻ ആയി കിട്ടണം. എന്നാ പിന്നെ പഞ്ചായത്തിൽ നിന്ന് സാങ്ഷൻ ആക്കി മേടിയത്. അതിന് പഞ്ചായത്ത് അപേക്ഷ കൊടുത്ത് സാങ്ഷൻ ആയിട്ടൊക്കെ വരുമ്പോ 1 മാസമെങ്കിലും പിടിക്കും. അതുവരെ എന്ത് ചെയ്യും? അതുവരെ ഞാൻ ഈ വീട്ടിൽ താമസിക്കും. അപ്പം വെടിവെച്ച് കൊല്ലണ്ട, പാത്തിക്കടിച്ച് കൊന്നാ മതി. പന്തിയോ? അല്ല,